CAA വിരുദ്ധ ശബരിമല പ്രക്ഷോഭങ്ങളിൽ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് മറന്നിരിക്കുന്നു. അക്രമാസക്തമായ CAA വിരുദ്ധ സമരങ്ങൾക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ അനുമതി നൽകിയ സർക്കാർ ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ ഹൈന്ദവ സമൂഹം ഒന്നാകെ നടത്തിയ സമാധാനപരമായ സമരപ്രക്ഷോഭങ്ങളിലെ കേസുകൾ തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ടുള്ള നീക്കം വിശ്വാസികളുടെ മനസ്സുകളിലും മുറിവാകുകയാണ്. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിനായി തെരുവിൽ നാമജപയാത്രകൾ നടത്തേണ്ടി വന്ന ഹൈന്ദവ വിശ്വാസികൾക്കെതിരെ എടുത്ത 8000-ഓളം കേസുകൾ ഇന്നും തുടരുകയാണ്. 16,000-ലധികം പേരെ കേസുകളിൽ കുടുക്കി സംസ്ഥാന സർക്കാർ പ്രീണന രാഷ്ട്രീയത്തിന്റെ വക്താക്കളാവുകയായിരുന്നു. സമാധാനപരമായി സമരം നടത്തിയിട്ടും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിരവധി കേസുകളെടുത്തു. ശബരിമല പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ എല്ലാ കേസുകളിലും പ്രതി ചേർത്ത് ശശികല ടീച്ചറും SGR കുമാറുമടക്കം നൂറുകണക്കിന് ഹൈന്ദവ സംഘടനാ നേതാക്കളുടെ സമരവീര്യം കെടുത്താനുള്ള വൃഥാശ്രമവും നടന്നു. ശബരിമല കർമ്മസമിതി ദേശീയ ജനറൽ സെക്രട്ടറി SGR കുമാറിനെതിരെ ചുമത്തിയത് 800-ഓളം കേസുകളായിരുന്നു. 1200-ലധികം പേർ ജയിലിലടക്കപ്പെട്ടു. ആചാര സംരക്ഷണത്തിന് പോരാട്ടത്തിനിറങ്ങിയ ഹൈന്ദവ സമൂഹത്തിനെതിരായ കേസുകൾ തുടരുമ്പോൾ ഇസ്ലാം മത വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ തീവ്ര സ്വഭാവമുള്ള സംഘടനകളടക്കം നടത്തിയ അക്രമ സമരങ്ങളിലെ കേസുകളാണ് സർക്കാർ പിൻവലിക്കുന്നത്. മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനും ഹിന്ദു സമൂഹത്തെ അധിക്ഷേപിക്കാനുമാണ് ശ്രമമെന്ന് SGR കുമാർ കുറ്റപ്പെടുത്തി. ക്രമസമാധാനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെ അതുപോലെ അത്തരം സമരങ്ങളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലും കൂടാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ തീർത്തും ഇത് ഒരു മതന്യൂനപക്ഷത്തെ നമുക്കറിയാം. CAA വിരുദ്ധ സമരം ആരാണ് നടത്തിയെന്നൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ്, ഞാനത് പറയുന്നില്ല. പക്ഷേ അത്തരം ആളുകളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് സമാഹരിക്കുക എന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നടപടി. ഹിന്ദു സമൂഹത്തെ പ്രത്യേകിച്ച് ശബരിമല വിശ്വാസികളെ വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയം ആളിക്കത്തുക തന്നെ ചെയ്യും. ഇത് എല്ലാ മനുഷ്യരും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 16,000 പേരുടെ മനസ്സിൽ തീ കത്തുന്നൊരു വിഷയമാണ് ശബരിമല കേസുകൾ. അതിൽ എത്രയോ പേരുടെ ജോലി നഷ്ടപ്പെട്ടു, എത്രയോ പേരുടെ വീടുകൾ തകർത്തു. ഈ രീതിയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിൻ്റെ, അതായത് മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരിൻ്റെ പൂർണ്ണ തോൽവിക്ക് വേണ്ടി ശബരിമലയിലെ എല്ലാ ഭക്തന്മാരും പ്രവർത്തിക്കുമെന്ന് ഞാൻ പറയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇടതു സർക്കാർ വീണ്ടും ന്യൂനപക്ഷ പീഡനവുമായി എത്തിയിട്ടുള്ളത്. CAA വിരുദ്ധ സമരങ്ങളിൽ 835 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗവും പിൻവലിക്കപ്പെടും. അപ്പോഴും ആചാര സംരക്ഷണത്തിന് പോരാടിയ വിശ്വാസി സമൂഹം നീതി നിഷേധിക്കപ്പെട്ട് അന്യായ കേസുകളിൽ കോടതി വരാന്തകൾ കയറിയിറങ്ങും. ജനം, കൊച്ചി.